ഹലോ ഗൈസ്, സമയം 9 മണിയാകാൻ പോകുന്നു. ഞങ്ങളിപ്പോൾ പെട്ടെന്നൊരു സ്ഥലം വരെ പോവുകയാണ്. നമ്മുടെ കോട്ടയത്ത് ഒരു കിഡിലെ മാംഗോ ഫെസ്റ്റ് വന്നു എന്നൊക്കെ എല്ലാവരും പറയുന്നുണ്ട്. എന്തൊക്കെ നമുക്കൊന്ന് കാണാമല്ലോ. അപ്പോൾ ഞങ്ങളൊന്ന് പോയിട്ട് വരാം. ഞാനുണ്ട്, മിഞ്ചാട്ടായുണ്ട്. മിഞ്ചാട്ടനെ കുത്തി എടുക്കണം. മിഞ്ചാട്ടൻ ഒരുങ്ങിയിട്ടില്ല. ഇനി മിഞ്ചാട്ടനെയും കുട്ടിയുണ്ട്. പോയിട്ട് വേഗം തിരിച്ചു വരണം. എത്ര സമയമായില്ലേ, അല്ല നമ്മൾ ലേറ്റ് ആവുമല്ലോ. അപ്പോൾ ഞങ്ങളൊന്ന് ഓടി പോയിട്ട് വരാം. സോ അവിടുത്തെ കാഴ്ചകളിലേക്ക് സ്വാഗതം. ഈ സമയം കൂടെ വേണമായിരുന്നു അല്ലേ? ഉണ്ടായിരുന്നിപ്പം അവിടുത്തെ മാങ്ങ മൊത്തം തീർന്നാനെ. മാംഗോ ഫെസ്റ്റ്, മാംഗോ നാളെ ഫെസ്റ്റ് അടുത്ത ആർക്കും മാങ്ങ ഉണ്ടാവില്ലേ? അത് ശരിയാ. നൈറ്റ് ഇങ്ങനെ പോകാനായിട്ട് ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. സാധാരണ ഞങ്ങളുടെ കൂടെ ഒരാളും കൂടി ഉണ്ടാകും, ഞങ്ങളുടെ ഹേസമ്മ നാട്ടിലായതുകൊണ്ട് ഞങ്ങൾക്ക് ഇത്തവണ അവളെ നന്നായിട്ട് മിസ് ചെയ്യുന്നുണ്ട്. എന്നാലും ഞങ്ങളൊന്ന് ഒറ്റയ്ക്ക് ഇരിക്കുമ്പോൾ തന്നെ നമുക്ക് ഭയങ്കര ബോറാടിയല്ലേ. അവളുണ്ടെങ്കിൽ അങ്ങനെയായാലും ഞങ്ങൾക്ക് സമയം പോകും. അതുകൊണ്ട് ഞങ്ങൾ എന്തായാലും ഇന്ന് മൊത്തം പണിയെടുത്തു. എന്നാൽ പിന്നെ ഇന്ന് പോയേക്കാന്ന് പറഞ്ഞാണ് ഞങ്ങൾ കോട്ടയത്തേക്ക് ഇറങ്ങിയത്. നമുക്ക് കോട്ടയം കാണാൻ എന്ത് രസമാണെന്നറിയോ. എനിക്ക് ഈ ഒരു നൈറ്റിൽ കോട്ടയം കാണാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. നമ്മളിതിപ്പോൾ ഇവിടെ തിരുനക്കര ജോസ്കോൻ്റെ ഇവിടെ എത്തി. ഇനി ഇവിടുന്ന് ഇടത്ത് തിരിഞ്ഞ് കഴിയുമ്പം കാണുന്നുണ്ട്, ആ വട്ടം കാണുന്ന അവിടെയാണ് നമ്മുടെ മാംഗോ ഫെസ്റ്റ് നടക്കുന്നത്. നമുക്ക് മെല്ലെ അങ്ങോട്ടങ്ങ് എടുക്കാം. എൻട്രൻസ് തന്നെ വളരെ ഭംഗിയായിട്ടാണ് അവർ അറേഞ്ച് ചെയ്തേക്കുന്നത്. നമുക്ക് നല്ല പടങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് കുഞ്ഞു കുട്ടികൾ വരെ ഓടി വന്ന് കയറും. മാങ്ങയുടെ പടം കണ്ട് ആർക്കും ഇഷ്ടപ്പെടാതിരിക്കുക. അവിടെ 60 രൂപയാണ് ടിക്കറ്റിൻ്റെ റേറ്റ് വരുന്നത്. റോബോട്ടിക് സംഭവങ്ങളൊക്കെ ഉണ്ടെന്നൊക്കെ തോന്നുന്നു. ഉള്ളിലേക്ക് കയറിയാലേ നമുക്കറിയാൻ പറ്റത്തുള്ളൂ. അങ്ങനെ ചേട്ടാ ടിക്കറ്റ് എടുത്തു. ഞങ്ങളങ്ങനെ ഉള്ളിലേക്ക് കയറുകയാണ്. അകത്തോട്ട് കയറുമ്പം തന്നെ നമ്മളവിടെ ടിക്കറ്റ് അങ്ങ് കൊടുത്തു. അപ്പോൾ കയറുമ്പം തന്നെ അവിടെ മാങ്ങ അങ്ങനെ അടുക്കി വെച്ചിരിക്കുകയാണ്. പല തരത്തിലുള്ള മാങ്ങകൾ നമുക്കിവിടെ കാണാൻ വേണ്ടി പറ്റും. ഇതിൻ്റെ എല്ലാം പേരും അതിന് എത്രയാണ് വില എന്നുള്ള കാര്യങ്ങളെല്ലാം ആ ബോർഡിൽ കൊടുത്തിട്ടുണ്ട്. പഞ്ചാരക്കട്ടി 240 രൂപയാണ് എൻ്റെ വില. അങ്ങനെ പലതരം മാങ്ങകൾ, മൽഗോവയുണ്ട്, രസിക എന്ന് പറയുന്ന മാങ്ങ. ഇത്രയും ഇനം മാങ്ങകൾ എൻ്റെ ജീവിതത്തെ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. എല്ലാം കൂടെ കണ്ടിട്ട് എനിക്ക് എന്നാ ചെയ്യേണ്ടതെന്ന് അറിയത്തില്ല. നമുക്കിതെല്ലാം അങ്ങനെ മേടിച്ചുകൊണ്ട് പോകാനായിട്ട് തോന്നും. പക്ഷേ അത്ര മേടിക്കാനുള്ള കാശില്ലാത്തതുകൊണ്ട് ഞങ്ങൾ അത്രയൊന്നും മേടിച്ചു. ഞങ്ങൾ ആകെ 2 ഐറ്റം മേടിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. ഇതാണ് ഒരു ടൈപ്പ് മാങ്ങ, ചുങ്കിരി മാങ്ങ. 160 രൂപയാണ് അതിൻ്റെ വില. അത് നമ്മുടെ കണ്ടാൽ ഏകദേശം നമ്മുടെ കിളിച്ചുണ്ട മാങ്ങ പോലെ നല്ല ചമന്ന് നല്ല അടിപൊളിയായിട്ട് ഇരിക്കുന്ന ഒരു മാങ്ങയാണ്. അപ്പോൾ ഞാൻ ആ ചേട്ടനോട് ചോദിച്ചത് കിളിച്ചുണ്ട മാങ്ങയാണോ എന്ന് ചോദിച്ചു. അന്നേരം ചേട്ടൻ പറഞ്ഞു കിളിച്ചുണ്ട അതിൻ്റെ വില ചുങ്കിരി എന്നാന്ന് പറഞ്ഞു. ഒരുപാട് പേര് ഇവിടെ മാങ്ങ വാങ്ങിക്കാനായിട്ട് വരാറുണ്ട് കേട്ടോ. രാവിലെ മുതൽ ഇവിടെ നിൽക്കുന്നവരെ സമ്മതിക്കണം. കാരണം ചെറിയ ചൂടൊക്കെ ഉണ്ട്, എന്നാലും അവരതൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് നിൽക്കുവാണ് കേട്ടോ. പിന്നെ അത് മാത്രമല്ല, ഇത്രയും മാങ്ങകൾ ആളുകൾ കൊണ്ടുപോകാതെ നോക്കണ്ടേ, അതൊരു വലിയ കടമയല്ലേ. അങ്ങനെ ഇവിടെ പല തരത്തിലുള്ള മാങ്ങകൾ കണ്ടോ, ഓരോരോ ടേബിളായിട്ട് ഇങ്ങനെ വെച്ചിരിക്കുകയാണ്. നമുക്ക് ഏത് മാങ്ങ വേണേലും നമുക്കൊന്ന് ടേസ്റ്റ് നോക്കാം. അവർ നമുക്ക് ചെറിയ പീസ് നമുക്ക് മുറിച്ച് തരും. അത് നമുക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് എടുക്കാം. പല തരത്തിലുള്ള മാങ്ങകൾ കണ്ടോ, ചെറിയ മാങ്ങകളുണ്ട്, വലിയ മാങ്ങകളുണ്ട്. ഒരു മാങ്ങ 1 കിലോ വരെയുള്ള മാങ്ങയൊക്കെ ഉണ്ട് ഇവിടെ കൂട്ടത്തിൽ. അപ്പം അതെല്ലാം ഉണ്ട്. അപ്പം നമുക്കെല്ലാം ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഈ മാങ്ങ ഉണ്ട്, ഈ കുഞ്ഞു മാങ്ങ. നമ്മൾ ഈ കണ്ടതിൽ വെച്ചാൽ ഏറ്റവും കുഞ്ഞു മാങ്ങയാണ്. നമ്മുടെ ഇവിടുത്തെ നാട്ടുമാങ്ങ പോലെ കുഞ്ഞ് നാട്ടുമാങ്ങയുടെ വലിപ്പമുള്ളൂ. അത്രയും വലിപ്പം ഇല്ല ഇതിന്. പക്ഷേ കുഞ്ഞിതാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഈ മാങ്ങയുടെ വില നോക്കിയാൽ ഈ ഇരിക്കുന്ന ഈ കൂടുതൽ ഏറ്റവും കൂടുതൽ വില ഇതിനാണ്. കിലോയ്ക്ക് 1600 രൂപയാണ് ഇതിൻ്റെ വില. ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇത് തായ്ലൻഡിൽ നിന്ന് ഇറക്കുമതി ചെയ്തതെന്നാണ് ഞാനിപ്പം ഇവിടെ ചോദിച്ചപ്പം ഇവിടുത്തെ ഒരു പറഞ്ഞത്. തായ്ലൻഡിൽ നിന്ന് ഇറക്കുമതി ചെയ്ത മാങ്ങ ആയതുകൊണ്ടാണ് ഇത്രയും വില എന്നാണ് അവർ പറഞ്ഞത്. 1600 രൂപയാണ് എൻ്റെ കിലോയ്ക്ക് വില. ചെറിയൊരു പുളിയും അതുപോലെ തന്നെ ചെറിയൊരു മധുരവും കൂടിയ ഒരു ടേസ്റ്റാണെന്നാണ് നമുക്ക് പറഞ്ഞത്. എനിക്ക് വേണ്ട, വയറ് പറഞ്ഞിരിക്കുക. മാംഗോസ് എത്രയാടാ? ഒത്തിരി ഉണ്ട് കേട്ടോ. തീരാൻ കുറവാണോ പൈസ ഉണ്ടാവേ? മേടിക്കാനായിട്ട് നിൽക്കുക. എന്തൊരു മാങ്ങാക്കൊതിയാന്ന് നോക്ക്. ഈ മനുഷ്യനെ കൊണ്ട് ഞാൻ തോന്നി ഇങ്ങനെ മാങ്ങായിട്ടും കാരണം ഇങ്ങനെ തടീനായി വരിക. മാങ്ങ ജ്യൂസ് ഞാൻ അവിടെ കയറിയപ്പോൾ അവിടെ വേറെ ഒന്നും കണ്ടു. അതിലെ വേറെ നമ്മുടെ കിളിച്ചുണ്ട മാമണം പോലെ ഇരിക്കുന്ന അടുത്താണ്. അത് ഞാൻ ജസ്റ്റ് ഒന്ന് കഴിച്ചു വെക്കും. നല്ല മധുര ഇതല്ലേ ഗുലാബ് അല്ലേ?
മിഥുൻ ചേട്ടയുടെ ഈ പോക്ക് നല്ല മാങ്ങ മേടിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. മാങ്ങ എന്ന് പറഞ്ഞാൽ മിഥുൻ ചേട്ടയ്ക്ക് അത്രയ്ക്ക് ജീവനാണ്. ചോറ് കിട്ടിയില്ലെങ്കിലും മാങ്ങ വേണം, അതുപോലെയാണ് ആളുടെ കാര്യം. സോ നമുക്ക് മിഥുൻ ചേട്ടൻ എന്ത് മാങ്ങ മേടിക്കാൻ പോകുന്നതെന്നറിയാവോ? എനിക്ക് തോന്നുന്ന പോക്ക് കണ്ടിട്ട് ചുങ്കിരിയുടെ അടുത്തേക്കാണ്. ചുങ്കിരി നേരത്തെ വന്നപാടെ പുള്ളിക്കാരൻ നോക്കി വെച്ച മാങ്ങയായിരുന്നു. ഞാൻ പറഞ്ഞ പോലെ കണ്ടില്ലേ, ചുങ്കിരിയാണ് പുള്ളി എടുക്കാൻ പോകുന്നത് കേട്ടോ. ചുങ്കിരി ആ പേര് കേട്ടാൽ തന്നെ നമുക്ക് ചിരി വരും അല്ലേ. സുന്ദരി എന്നൊക്കെ എനിക്ക് പെട്ടെന്ന് മനസ്സിലേക്ക് വരുന്നത്. പിന്നെ അതിൻ്റെ മണമൊക്കെ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആർക്കാണെങ്കിലും മേടിക്കാൻ തോന്നും. അതിൻ്റെ നിറമൊക്കെ കണ്ടോ, എന്ത് രസമല്ലേ കാണാനായിട്ട്. അങ്ങനെ ചുങ്കിരി വാങ്ങിക്കഴിഞ്ഞപ്പോഴത്തേനുമാണ് ചേട്ടായിക്ക് അടുത്ത മാങ്ങ മേടിക്കണമെന്ന് ആഗ്രഹം. സിന്ദൂരം ഞാൻ പിന്നെ ഒന്നും പറയാൻ പോയില്ല, അങ്ങേരുടെ ഇഷ്ടം. എന്നിട്ട് എൻ്റെ ഇടയ്ക്ക് എന്നോടാണ് മാങ്ങ നോക്കി എടുക്കാൻ പറഞ്ഞു. എനിക്കുണ്ടോ മാങ്ങ നല്ലതേതാ ചീത്തയാ നോക്കി എടുക്കുക, എനിക്കറിയത്തൊന്നുമില്ല. അതുകൊണ്ട് ഞാൻ അവിടെ പമ്മി നിന്ന് വീഡിയോയും പിടിച്ചുകൊണ്ട്. അപ്പം എന്നോട് പറഞ്ഞു, ഇടയ്ക്ക് ഒന്നും കൂടെ പറഞ്ഞായിരുന്നു ഇതെടുക്കാനായിട്ട്, നോക്കിയെടുക്കാനായിട്ട്. ഞാൻ അവിടെ അനങ്ങാതെ അങ്ങ് നിന്ന് ഞാൻ വീഡിയോ എടുക്കുക എന്നുള്ള മട്ടിൽ ഞാൻ ഉറപ്പിച്ചിരുന്നു. കാരണം ഞാൻ എടുത്തുകൊണ്ട് വരുന്ന മാങ്ങ ചീഞ്ഞതാണെങ്കിൽ അതിന് ഞാൻ കേൾക്കേണ്ടി വരുമല്ലോ. അതുകൊണ്ട് ഒന്നും അറിയാത്ത പോലെ നിൽക്കാം. അതെ, അവിടെയൊക്കെ എന്തൊക്കെയുണ്ട്. വാ ഇങ്ങോട്ട്, ഇങ്ങോട്ട് വാ. മാങ്ങ കണ്ട തീറ്റ സാധനം കണ്ട അവിടെ നിന്നോളൂ, ഇങ്ങോട്ട് വാ ഇങ്ങോട്ട്. മാങ്ങ സൗന്ദര്യം വെക്കുന്ന സാധനമാണ്. നിനക്ക് പണ്ട് സൗന്ദര്യം വെച്ചത് മാങ്ങ വന്നിട്ടല്ലേ? അത് അന്ന് കയറി ഇറങ്ങി തീറ്റയായിരുന്നു. അത് ഞാൻ നെല്ല് തുളിഞ്ഞിരുന്നപ്പോൾ എനിക്ക് തിന്നാൻ. ഇത് ഇവിടെയാണോ? ഇവിടെയാണോ? മാമ്പഴത്തിൻ്റെ ശേഖരം എല്ലാം കഴിഞ്ഞു. ഇനി നമുക്ക് ഇവിടുന്ന് കാണാം, അവിടെ കാണാൻ കുറേ സ്റ്റാളുകൾ, പലതരത്തിലുള്ള സ്റ്റാളുകൾ കാണാൻ വേണ്ടി പറ്റും. അങ്ങോട്ട് കയറുന്നതിന് മുമ്പായിട്ട് ഇത് കണ്ടോ, ഒരു പാമ്പിനെ കൈ പിടിച്ചുകൊണ്ട് ഒരാളവിടെ നിൽക്കുന്നുണ്ടോ. അപ്പം അതിന് ധൈര്യം സംഭരിച്ച കുറേ പേര് അവിടെ നിൽപ്പുണ്ട്. അതേപോലെ തന്നെ ധൈര്യം കൊടുക്കാനായിട്ട് ഒരു സെക്യൂരിറ്റി ചേട്ടനുണ്ട്. അപ്പം ഈ സ്റ്റാളിലോട്ട് കയറുന്നതിന് തൊട്ടുമുള്ള ഒരു കാഴ്ചയാണിത്. അവൻ കിടക്കുന്ന കിടപ്പ് കണ്ടോ, കിടപ്പ് കണ്ടാൽ തന്നെ പേടിയാകും. എനിക്കാണ് എങ്ങനെയും ഒന്ന് കൈയടക്കണമെന്ന് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. ഞാനെടുക്കാൻ വേണ്ടി പോകുന്ന കടിക്കായിരുന്നു ഉറപ്പാണോടാ? നാകൊക്കെ നീട്ടുന്ന. എന്നാലും ആള് മാറുമ്പോ പേടിയാണ്, എടുക്കണ്ട. തോറ്റു കൊടുക്കാൻ ശരിയല്ലല്ലോ. എടാ ഞാൻ പിടിച്ചോളാം, ഞാൻ പിടിക്കാം. അമ്മേ എടാ നീ അതിന്റെ തലയിൽ പിടിക്കോ? എന്റെ തല നീ മാറ്റി പിടിക്കും, ബാക്കി ഞാൻ പിടിച്ചോളാം. അയ്യോ എനിക്ക് പേടിയാന്ന് മിഞ്ചേട്ടാ. അവരെല്ലാം പോവാണോ? അയ്യോ എനിക്ക് വേണ്ടടാ, എനിക്ക് പേടിയാ, ഞാൻ തോറ്റു. രാത്രി കിടന്ന് പേടിച്ച് കരഞ്ഞ അതിന് എന്നെ കണ്ടിട്ട് തന്നെ പന്തികേട് തോന്നിയെന്ന് തോന്നുന്നു. ഞാൻ ആ തത്തനെ പിടിച്ചോളാം. എവിടെ നിന്നോ കടം വാങ്ങിയ ധൈര്യവും സംഭരിച്ചവനാണ് നയന. അതിനൊന്ന് കയ്യിൽ ഒന്ന് എടുക്കണമെന്നൊരാഗ്രഹത്തോടെ അതിന് മുമ്പിൽ നിൽക്കുന്നത്. പക്ഷേ അതിനെ കാണുമ്പോൾ, അതിൻ്റെ തല കാണുമ്പോൾ തന്നെ അവളുടെ ആ ധൈര്യം മൊത്തം അങ്ങ് ചോർന്നു പോവുകയാണ്. ധൈര്യശാലിയായിട്ട് നിന്ന ആളാ, പാമ്പിനെ കണ്ടിട്ട് ഓട്ടം കണ്ടോ. ഇവിടുത്തെ അടുത്ത ഏറ്റവും വലിയ പ്രത്യേകതയാണ് വിവിധ തരം സ്റ്റാളുകൾ. ഒരു വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ സാധനങ്ങളും തന്നെ ഇവിടെ നമുക്ക് കിട്ടും. ഇത് കണ്ടോ, അച്ചാറുകൾ. ഈത്തപ്പഴം, പപ്പായ. അതെന്നാ സാധനം ഏറ്റവും അങ്ങേറ്റത്തിരിക്കണേ? അത് വെളുത്തുള്ളി അല്ലേ? ഇത് മാങ്ങ. മാങ്ങ അച്ചാറ്. തേനോ? പച്ചമുളകും തേനും കൂടെ. പിള്ളേർക്ക് പക്ഷെ പറ്റുമെന്ന് തോന്നുന്നില്ല, നല്ല എരിവായിരിക്കും അല്ലേ? ഇല്ല, ചോറിലേക്കല്ല, നമ്മളിങ്ങനെ ഡയറക്റ്റ് കഴിക്കില്ല. ഇതെന്നാ വെളുത്തുള്ളിയോ? നല്ല സൂപ്പർ സാധനം ഗാർലിക്. വെളുത്തുള്ളി ഇതൊക്കെ ഭക്ഷണത്തിന്റെ കൂടെ സ്ഥിരമായിട്ട് കഴിക്കണം. വെളുത്തുള്ളി അത്രയും നല്ലതാണ്.
വെളുത്തുള്ളി ഒരു മാങ്ങ എടുക്കട്ടെ. ഓ മാങ്ങ ഉണ്ട്. ഒന്ന് മതി. ഞങ്ങൾ 2 പേരേ ഉള്ളൂ. അടുത്ത കടയിലേക്ക് ചെല്ലുമ്പോൾ അടുക്കളയിലേക്ക് ആവശ്യമായിട്ടുള്ള ദോശക്കല്ലുകൾ, പലതരം പാത്രങ്ങൾ എല്ലാം നമുക്ക് അവിടെ കാണാം. ഇടുകല് കണ്ടോ, പിന്നെ അതുപോലെ ചോപ്പർ, ഇലക്ട്രിക് അല്ല, സാധാ ചോപ്പറാണ് അവിടെ ഉള്ളത്. അങ്ങനെ നമുക്ക് ആവശ്യമായിട്ടുള്ള അത്യാവശ്യം ചീനിച്ചട്ടികളും എല്ലാം അവിടെ ഉണ്ട്. ഞാൻ പണ്ട് ഇതുപോലെ കോട്ടയത്ത് നിന്ന് ഒരു ചീനിച്ചട്ടി വാങ്ങിയിട്ടുണ്ടായിരുന്നു വേറൊരു സ്റ്റാളിൽ വെച്ചിട്ട്. പക്ഷേ ഞാനത് ഇപ്പോഴും യൂസ് ചെയ്യുന്നുണ്ട്. അടിപൊളി സാധനമാണ് കേട്ടോ. ക്ലോസ് ചെയ്യണം ചേട്ടാ. ചെരുപ്പ് കട കണ്ട നയന ചുമ്മാ വിടില്ല. അതെ, അടയ്ക്കാൻ തുടങ്ങിയ കട അപ്പോൾ തുറപ്പിക്കുന്നു. വീട്ടിലൊരു ചെരുപ്പ് കട തുടങ്ങാനുള്ള പ്ലാനാണെന്ന് തോന്നുന്നു. എന്തായാലും ചേട്ടനെ നിരാശപ്പെടുത്താതെ തന്നെ ഹേസുവിൻ്റെ നയനിക്കും ഓരോ ജോഡി ചെരുപ്പെടുത്തു. എനിക്ക് ചേരുന്ന ഏതാന്ന് പറയണം. ഇതൊക്കെ എത്ര ചേട്ടാ? എനിക്കിത് ഇതിന്റെ അടുത്ത സൈസ് ഉണ്ടോ? ഇതിന്റെ നെക്സ്റ്റ് സൈസ് ഉണ്ടോ? ഓക്കെ ആണോടി? ആ അല്ല അല്ലല്ലേ? തേനെല്ലിക്കാണോടി? ആ തേനെല്ലിക്കല്ലേ അത്? ആണോ? വേണ്ട വേണ്ട വേണ്ട. വേണ്ട ചേട്ടാ, വയറ് നിറഞ്ഞിരിക്കുക ചേട്ടാ. വേണ്ട ചേട്ടാ. ഇതെങ്ങനെയാ ചേട്ടാ? എങ്ങനെ? വേണ്ട വേണ്ട വേണ്ടേ, വാ. ഇതൊക്കെ ഷുഗർ കുറയ്ക്കണം കേട്ടോ. ഇങ്ങോട്ട് വാ. മധുരമാണ്, മധുരം മധുരം മധുരമാണ്. വയസ്സും പ്രായമൊക്കെ ആയി. പോവാ. ഞാൻ ഈ കാര്യമായിട്ട് ചെയ്യുന്ന എൻ്റെ ഹെയർസിന് വേണ്ടിയിട്ട്. അവൾ വെക്കേഷൻ കഴിഞ്ഞ് വരുമ്പോൾ എന്തെങ്കിലുമൊക്കെ കൊടുക്കണ്ടേ. അപ്പോൾ അവൾക്കാണ് ഹെയർ ക്ലിപ്സൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. പിള്ളേർക്കും വലിയവർക്കും ഒക്കെ പറ്റിയ കുറേ സാധനങ്ങൾ അവിടെ ഉണ്ട്. മാലകൾ, വളകൾ, പിന്നെ തലയിൽ കുത്തുന്ന സാധനങ്ങൾ എല്ലാം അവിടെ കിട്ടും കേട്ടോ. വലിയ കാര്യമായ റേറ്റ് എന്ന് പറയാനില്ല, എന്നാൽ റേറ്റുള്ള സാധനങ്ങളും ഉണ്ട്. പക്ഷേ എല്ലാം നല്ല ഭംഗിയാണ് കാണാൻ കേട്ടോ. ഞാൻ എപ്പോഴും അവളെ നല്ല സുന്ദരിയായി ഒരുക്കി നടത്താനായിട്ട് ശ്രദ്ധിക്കാറുണ്ട്. ഞങ്ങൾ എല്ലാം കഴിഞ്ഞ് സാധനം എല്ലാം മേടിച്ച് കഴിഞ്ഞ് ഇറങ്ങിയപ്പോൾ എല്ലാം ക്ലോസ് ആയിട്ടിരിക്കുകയാണ്. അവിടെ നല്ല കോഴിക്കോടൻ ഹൽവയൊക്കെ ഉണ്ടായിരുന്നു. കോഴിക്കോടൻ ഹൽവയൊക്കെ നമുക്ക് മിസ്സായിരിക്കുകയാണ്. എന്നാലും എനിക്ക് ഐസ്ക്രീം കിട്ടിയില്ലല്ലോ മിൻചേട്ടായി. എനിക്ക് അതോടെ ഭയങ്കര സങ്കടം വരുന്നു. ചേച്ചാ നേരത്തെ വരണമെന്ന് ഞാൻ പറഞ്ഞതല്ലേ? എന്നാലും ഞാനൊരു ഐസ്ക്രീം ഇന്ന് കിട്ടുമെന്ന് വിചാരിച്ചിട്ടില്ല വന്നേ. ഐസ്ക്രീം പോകുന്ന വഴിക്ക് കട തുറന്നിട്ടുണ്ടെങ്കിൽ മേടിക്കാം. പക്ഷേ നേരത്തെ ഇറങ്ങണേ, നിങ്ങൾക്ക് ഒരുങ്ങി ഇറങ്ങാൻ എത്ര സമയം? ഒറ്റ ചവിട്ട് വരെ. എന്നാൽ പിന്നെ മറ്റേ പെനിന്ന് എനിക്ക് ഐസ്ക്രീം മേടിച്ചു തരുമോ? പെനിന്നോ? ഐസ്. ഓക്കെ, അപ്പം നമുക്ക് ഇവിടുന്ന് നേരെ പെനിയിലേക്ക് പോകാം. പെനി പോയിട്ട് ഒരു ഐസ് അടിക്കാം. ഒരു ബ്ലാക്ക്ബെറി അല്ലെങ്കിൽ നമ്മുടെ പണ്ട് ഓർക്കുന്നുണ്ടോ, നമ്മുടെ വീടുകളിൽ കൂടെയൊക്കെ സൈക്കിളിന് കൊണ്ടുവരുമായിരുന്നു നമ്മുടെ സേമിയ ഐസില്ലേ. അപ്പോൾ അതെല്ലാം നമുക്ക് പെനി കിട്ടും. അവിടെ സേമിയ ഐസ് കിട്ടും, മാംഗോ ആൻഡ് ഐസ് കിട്ടും, പപ്പായ കിട്ടും, സ്ട്രോബെറി, അങ്ങനെ എല്ലാം കിട്ടും. എല്ലാ പല ഫ്ലേവറുള്ള ഐസ് നമുക്കവിടെ കിട്ടും. പിന്നെ നേരെ അങ്ങോട്ട് പോകും, പെനിയിലേക്ക് പോകാം. അപ്പോൾ ഞങ്ങളിതാ ജോസ്കോയുടെ മുമ്പിലെത്തി. മിഥുൻ ചേട്ടാ, അപ്പോൾ ഇതാണ് മറ്റേ റോബോട്ടിന്റെ സംഭവം ഉണ്ടായിരുന്നു, അത് നമുക്ക് മിസ്സായി. മാംഗോ ഫിഷിൻ്റെ. അങ്ങനെ ഞങ്ങൾ മെല്ലെ നായന ഒന്നുകൂടി അവിടുന്ന് വട്ടം കറങ്ങുന്നുണ്ട്. ഞങ്ങൾ മെല്ലെ പോകാൻ വേണ്ടി നോക്കിയാണ്. ബൈ. ഇപ്പം ഇനി നേരെ പെനിയിലേക്ക്. ഇതാണ് നമ്മുടെ പെനി കേട്ടോ. നയന മന്ദം ഇറങ്ങി വരികയാണ്. സൂപ്പറായിരുന്നു കേട്ടോ, സൂപ്പറായിരുന്നു. അതിൻ്റെ അടുത്ത് തന്നെ ഈറ്റ് പിസ്സ ക്ലച്ച് സ്റ്റാമ്പ് പിന്നെ ട്രിപ്പ് ടു ഇറ്റലി. വരുന്നുണ്ടോ? എവിടെ വീട്ടിൽ പോവാം? നീ നടന്നു നോക്കോ, വൈകിട്ട് ഞാൻ നല്ല പറയാം. കൊണ്ടുപോകണം വീട്ടിൽ.
നിങ്ങളുടെ ഉത്തരവാദിത്വം അതിന് വേണ്ടിയിട്ടാണ് നിങ്ങളെ കൈ പിടിച്ചാൽ നീ എന്നെ നോക്കി പറ, നീ അങ്ങോട്ട് നോക്കി എന്നെ പറയുന്നത് പോകാനാണ്. ഒരുപാട് തിരക്കുകൾ നിറഞ്ഞ ദിവസത്തിൻ്റെ അവസാനം ഇങ്ങനെ ഒരു വിസ്മയം കാണാൻ സാധിച്ചതിലും അത് നിങ്ങളിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞതിലും ഒരുപാട് സന്തോഷം. അപ്പം വീണ്ടും കാണുന്നവരേക്ക് ബൈ. ബൈ ബൈ ഫ്രം അതിനകത്ത് സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ എല്ലാവരുടെയും സ്നേഹമാണ് ഞങ്ങൾക്ക് വേണ്ടത്. സോ അപ്പോൾ വീണ്ടും കാണാം. ടേക്ക് കെയർ. ബൈ ബൈ ചിൽഡ്രൻ.